ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അലോവേര നമ്മുടെ വീട്ടിലെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അന്നൊരു അലോവേര കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഈ അലോവേര കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഇതിൻ്റെ അന്ന് എടുക്കുകയാണ്. ഞാനിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അന്ന് കേട്ടോ. അത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗമില്ല, ഇങ്ങനെ ഇതിൻ്റെ അന്നൊരു മഞ്ഞ കളർ വരുന്നുണ്ടോ. ഈ മഞ്ഞ കളർ ദ്രാവകം നമ്മുടെ സ്കിന്നിൽ പറ്റിക്കുന്ന ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ അലോവേര എപ്പോൾ കട്ട് ചെയ്താലും അത് ഇങ്ങനെ കുത്തിനെ കുറച്ച് നേരം നിർത്തണം കേട്ടോ, എങ്കിലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്ത് ഡയറക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്തോ അല്ലെ സ്കിന്നിലൊക്കെ ഈ മഞ്ഞ കളറിൽ ലിക്വിഡ് പറ്റിക്കഴിഞ്ഞാൽ കേട്ടോ, പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലവരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഈ അലോവേര ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ മുഖത്ത് കുരുക്കൾ വരുന്നു, ചൊറിയുന്നു എന്നൊക്കെ. അതിൻ്റെ മെയിൻ കാരണം ഇതാണ് കേട്ടോ. അലോവേര ഇങ്ങനെ നിർത്തണം കുറച്ച് നേരത്തേക്ക്, ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലെങ്കിൽ ആ മഞ്ഞ കളർ ലിക്വിഡ് നമ്മുടെ ദേഹത്ത് പറ്റിയ ചൊറിച്ചിലുണ്ടാവും. കട്ട് ചെയ്ത് വെക്കണം ആദ്യം. നമ്മൾ അതിന്റെ ജെല്ല് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രണ്ട് സൈഡിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പ്യുവർ ആയിട്ടുള്ള അലോവേര ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അലോവേര ജെല്ലിലോട്ട് കുറച്ച് ഗ്ലിസറിനാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു സ്പൂണിലോട്ട് ഇച്ചിരി ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു സ്പൂൺ ഗ്ലിസറിൻ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ചെപ്പിൽ ഒഴിച്ചു വെക്കാം കേട്ടോ. ഈ ചെപ്പ് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ഒരു ചെപ്പാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒഴിച്ചു വെക്കാം. ഇത് നമ്മൾക്ക് ഒരു 1 വീക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇത് ജസ്റ്റ് എടുത്ത് നമ്മൾ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അലോവേര ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാത്രി ടൈമിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അലോവേര ജെല്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. നമ്മുടെ പ്യുവർ ആയിട്ടുള്ള അലോവേര ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒപ്പിച്ചാത്തിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ചു കൊടുക്കുക കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് അതിങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിതിനാ നന്നായിട്ട് കട്ട് ചെയ്തെന്ന് അറിയാവോ. അപ്പൊ അതിൻ്റെ അകത്തുള്ള ആ ലിക്വിഡ് മുഴുവൻ നന്നായിട്ട് പുറത്ത് വരാൻ വേണ്ടിയിട്ടാട്ടോ. ലിപ്പിന്റെ അടിയിലുള്ള കറുത്ത ഇതൊക്കെ മാറാനും മുഖത്തെ കുരുക്കളും കറുത്ത പാടുകളും മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം നല്ലതാണ് ഈ അലോവേര ജെല്ല്. കരിമംഗല്യം മാറാനും മുഖത്തെ കറുത്ത പാടുകളും കണ്ണിന്റെ അടിയിലുള്ള കറുത്ത നിറവൊക്കെ മാറാനും വളരെയധികം നല്ലതാണ് ഈ അലോവേര. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് നന്നായിട്ട് മുഖത്തിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം നല്ലതാണ്. ലിപ്സിന്റെ അടിയിലുള്ള കറുത്ത ആ പാടുകളൊക്കെ മാറാനും വളരെയധികം ഉപകാരപ്രദമാണ് ഇത്. അപ്പൊ ഇതൊരു 2-3 മിനിറ്റ് കേട്ടോ, 2-3 മിനിറ്റ് നന്നായിട്ട് ഇത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ റബ്ബ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇങ്ങനെ 2-3 മിനിറ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളും കുരുക്കളും ഒക്കെ മാറാൻ വളരെയധികം നല്ലതാണ് ഈ അലോവേര ജെല്ല്. നമ്മൾ വീക്കിലി വൺസ് ഇങ്ങനെ ചെയ്താൽ തന്നെ വളരെയധികം
മാറ്റം ഉണ്ടാവും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നൈറ്റ് ടൈമിൽ ഫ്രഷ് അലോവേര ജെല്ലും ഗ്ലിസറിനും ഉപയോഗിച്ച് ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആ പാക്ക് വളരെയധികം എഫക്റ്റീവ് ആണ്. ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മുഖമൊക്കെ ആകപ്പാടെ ശരിക്കും ഡ്രൈ സ്കിന്നാണ്. എൻ്റെ സ്കിൻ വളരെ ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അലോവേര ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇത്തിരി ഗ്ലിസറിനുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതുമായിട്ട് ഞാൻ രാത്രി എപ്പോഴും കിടക്കുമ്പോൾ കുറച്ചെടുത്ത് എൻ്റെ മുഖത്തും കയ്യിലും ഒക്കെ തേച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങാറുള്ളത്. നമ്മൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു 1 വീക്ക് വരെ അത് അവിടെ ഇരുന്നോളൂ. എനിക്ക് ഏകദേശം ഒരു 4 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ ഉണ്ടാക്കി വെച്ചിരുന്നാൽ. അപ്പോൾ ഞാൻ ആ 4 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് കട്ട് ചെയ്ത് ഞാൻ ഉണ്ടാക്കി വെക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് എന്താ, അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള താരനില്ല വളരെയധികം എഫക്റ്റീവായി. നമ്മളിപ്പം ഇതുപോലെ എടുത്തിട്ട് തന്നെ ജസ്റ്റ് തലയിൽ താരനുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുത്തീന്നാണല്ലോ മുടി പൊട്ടിപ്പോയ മുടി കിളിർക്കാനും അതുപോലെ മുടി തലയിലുള്ള താരൻ മാറാനും വളരെയധികം ഉപകാരപ്പെടും ഈ നമ്മുടെ അലോവേര. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ശരിക്കും അലോവേര ഉണ്ടായിരിക്കണം. നട്ടുപിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഡ്രൈ ആയി കഴിയുമ്പോഴേ ഞാനതോ കഴുകൂട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകിയിട്ട് വെക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ അലോവേര തേക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് മുഖത്തുണ്ടല്ലോ, ചെറുതായിട്ടൊരു ചൂടുവെള്ളം കൊണ്ടുള്ള മുഖം നന്നായിട്ട് കഴുകിയാൽ വളരെയധികം നല്ലതാണ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ചൂടുവെള്ളം കൊണ്ട് കഴിയുമ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഇല്ലേ, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്നൊക്കെ പറയുന്നത്, അതുള്ളവർ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ ഒരു ടവൽ മുക്കി പിഴിഞ്ഞ് മൂക്കിന്റെ ഈ സൈഡിൽ ഇത് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഈ അലോവേര ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്നതെങ്കിൽ വളരെയധികം എഫക്റ്റീവാണ്. ആ ബ്ലാക്ക് ഹെഡ്സ് വന്ന പാടുകളും അതുപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാൻ വളരെയധികം ഉപകാരപ്രദമാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും